മോർണിംഗ് സ്റ്റുഡൻസ്. സെരൂരി ബുറാക്ക് എന്ന ബാല ഏകാംഗ നാടകമാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ കഴിഞ്ഞ ദിവസം പഠിച്ചത് മമ്മി സീരിയൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇതിനിടയിൽ ഹിന്ദി പത്രത്തിൻ്റെയും ഇംഗ്ലീഷ് പത്രത്തിൻ്റെയും രൂപത്തിൽ 3 കുട്ടികൾ സ്റ്റേജിലൂടെ കടന്നു പോകുന്നുണ്ട്. അവർ പ്രധാനപ്പെട്ട ന്യൂസുമായിട്ടാണ് കടന്നു വരുന്നത്. അവരുടെ ആ പത്രത്തിലുണ്ടായിരുന്ന ന്യൂസ് എന്തായിരുന്നു എന്ന് ഓർമ്മയുണ്ടോ ആർക്കെങ്കിലും? വായിച്ചോക്കില്ലേ നിങ്ങൾ? ടെക്സ്റ്റ് ബുക്ക് വായിച്ചിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഞാൻ ഒന്നുകൂടി പറയാം. ജപ്പാനിലെ ശക്തമായിട്ടുള്ള ഭൂകമ്പം ഏകദേശം 400ഓളം പേര് മരിക്കുകയും 500 പേരെ കാണാതാവുകയും ചെയ്തു. രാജ്യത്തെ ഒരുപാട് വസ്തുവകകൾക്ക് നാശനഷ്ടം സംഭവിച്ചു അല്ലേ? അപ്പോൾ ബാക്കി നോക്കാം. എന്തായിരുന്നു ഇതിനിടയിൽ പപ്പ സ്റ്റേജിലോട്ട് കടന്നു വരുന്നു. റിമോട്ട് എടുത്തിട്ട് ചാനൽ മാറ്റാൻ നോക്കുന്നതാണ്. അത്ര വരെ നമ്മൾ പഠിച്ചത്. ഇനി മമ്മി ഹഗ്ബഗാക്കർ ഗുസ്സേമേ അരെ അരെ ക്യാ കർ രഹേ ഹേ. എന്താ പറഞ്ഞത്? ഹഗ്ബഗാക്കർ എന്ന് പറഞ്ഞാൽ പരിഭ്രമിച്ചിട്ട് അല്ലെങ്കിൽ വെപ്രാളപ്പെട്ടിട്ട് ഞെട്ടലോടുകൂടി എന്നൊക്കെയാണ്. ഗുസ്സേമേ ദേഷ്യത്തിൽ. അരെ അരെ ക്യാ കർ രഹേ ഹേ, നിങ്ങൾ എന്തായി ചെയ്തുകൊണ്ടിരിക്കുന്നത്? പപ്പ ന്യൂസ് ചാനൽ पर लगा ഹാപ്പോ. എന്താ പറഞ്ഞത്? ന്യൂസ് ചാനൽ വെക്കാൻ പോവുകയാണ്. മമ്മി ഹേ ഭഗവാൻ मनोरंजन चैनलों से इतनी चिढ़ क्यों है आपको? हे भगवान ईश्वरा, मनोरंजन चैनलों से, मनोरंजन चैनल എന്ന് പറഞ്ഞാൽ എൻ്റർടൈൻമെൻറ്റ് ചാനൽ, मनोरंजन चैनलों से इतनी चिढ़ വെറുപ്പ് ദേഷ്യം എന്നൊക്കെയാണ്. मनोरंजन चैनलों से इतनी चिढ़ क्यों है आपको? എൻ്റർടൈൻമെൻറ്റ് ചാനലുകളോട് ഇത്രയും ദേഷ്യം എന്താണ് നിങ്ങൾക്ക്? പപ്പ റിമോട്ട് സെ ചാനൽ ബദൽത്തേ ഹുए, റിമോട്ട് കൊണ്ട് ചാനൽ മാറ്റിക്കൊണ്ട് പറയുവാണ്. निढल्ला नकारा और बुद्धिहीन बना डालने वाले चैनलों को मनोरंजन चैनल समझना पता नहीं कब छोड़ेगी तुम. എന്താ പറഞ്ഞത്? റിമോട്ട് കൊണ്ട് ചാനൽ മാറ്റിക്കൊണ്ട് പറയാണ്. നിഡല്ല എന്ന് പറഞ്ഞാൽ മടിയനായ, നകാര യൂസ്ലെസ് ഉപയോഗമില്ലാത്ത, അവർ ബുദ്ധിഹീനന്മാരെ, അവർ ബുദ്ധിഹീന ബനാ ഡാൽനെ വാലെ ബുദ്ധിഹീനന്മാരായി മാറ്റുന്ന ചാനലോങ്കോ മനോരഞ്ജൻ ചാനൽ സമജ്ന, മനോരഞ്ജൻ ചാനൽ എന്ന് കരുതുന്നത് പതാ നഹീം കബ് ചോടേഗി തും, എപ്പോഴാണ് നീ ഉപേക്ഷിക്കുക എന്ന്, നീ എപ്പോഴാണ് ഇതൊക്കെ നിർത്തുക എന്ന് അറിയില്ല. അതായത് യാതൊരു പ്രയോജനമില്ലാത്തതും ആളുകളെ മടിയന്മാരും ബുദ്ധിയില്ലാത്തവരുമായി മാറ്റുന്ന ചാനലുകളെ എൻ്റർടൈൻമെൻറ്റ് ചാനൽ എന്ന് കരുതുന്നത് നീ എപ്പോഴാണ് നിർത്തുന്നത്? निडल्ला नकारा और बुद्धिहीन बना डालने वाले चैनलों को मनोरंजन चैनल समझना पता नहीं कब छोड़ोगी तुम. ആർക്കും ഒരു പ്രയോജനമില്ലാത്ത ആളുകളെ മടിയന്മാരാക്കുന്ന, ഒരു ബുദ്ധിയുമില്ലാത്ത ആക്കി മാറ്റുന്ന ഈ ചാനലുകളെയൊക്കെ നിന്നോട് ആരാ പറഞ്ഞത് എൻ്റർടൈൻമെൻറ്റ് ചാനലാണെന്ന്? നീ ഈ പരിപാടി കാണൽ എപ്പോഴാ ഒന്ന് നിർത്തുക എന്നാണ് പപ്പ പറഞ്ഞത്. മമ്മി 51 पर लगाओ ന്യൂസ് ചാനൽ 50 के बाद ही है सारे. എന്താ മമ്മി പറഞ്ഞത്? 51 पर लगाओ. അങ്ങനെ ന്യൂസ് ചാനലാണ് കാണണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്യും, 51ൽ വെക്കാൻ പറഞ്ഞു. ന്യൂസ് ചാനൽ 50 के बाद ही है सारे, എല്ലാ ന്യൂസ് ചാനലും 50ക്ക് ശേഷമുള്ളതാണ്. നാശ് കർ ദിയ സാരെ സീരിയൽ കാ, എൻ്റെ എല്ലാ സീരിയലും നശിപ്പിച്ചു കളഞ്ഞു എന്ന് മമ്മി പറയുകയാണ്. ഞാനിങ്ങനെ സീരിയൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്, ന്യൂസ് ചാനലിൽ വെച്ച് എൻ്റെ സീരിയലൊക്കെ തന്നെ നശിപ്പിച്ചു കളഞ്ഞു. പപ്പ ന്യൂസ് ചാനൽ पर पहुंच जाते हैं. അങ്ങനെ പപ്പ ന്യൂസ് ചാനലിൽ എത്തിച്ചേരുന്നു, ന്യൂസ് ചാനൽ വെക്കുന്നു. സമാചാർ വാചിക ന്യൂസ് റീഡറാണ്. ഫസ്റ്റിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? ലടുക്കി ദോ അല്ലേ? ലടുക്കി ദോ അതാണ് സമാചാർ വാചിക. पूरे टोक्यो शहर में बिजली की सप्लाई ठप पड़ गई है और टावर्स टूट गए हैं, जिसके कारण शहर का संपर्क बाकी जगहों से खत्म हो गया है. इस भूकंप की तीव्रता रिक्टर पैमाने पर 7.1 मापी गई. जापान में पिछले माह भी भूकंप आया था. पूरे टोक्यो शहर में बिजली की सप्लाई ठप पड़ गई है. ടോക്കിയോ പട്ടണം മുഴുവൻ ബിജലി കി സപ്ലൈ കറണ്ട് സപ്ലൈ ടപ്പ് പട് ഗയി ഹെ. ടപ്പ് പട് ഗയി എന്ന് പറഞ്ഞാൽ പൂർണ്ണമായും നിലച്ചു. ടോക്കിയോ പട്ടണത്തിലെ കറണ്ട് സപ്ലൈ പൂർണ്ണമായും നിലച്ചു. ആ ടവേഴ്സ് ടൂട്ട് ഗയി ഹെ, ടവറുകളൊക്കെ തന്നെ തകർന്നു പോയി. ജിസ്കെ കാരൻ ഷഹർ കാ സമ്പർക്ക് ബാക്കി ജഗഹോം സെ ഖതം ഹോ ഗയാ ഹെ. ഇക്കാരണങ്ങൾ കൊണ്ട് പട്ടണത്തിന് മറ്റു സ്ഥലങ്ങളുമായിട്ടുള്ള സമ്പർക്കം പൂർണ്ണമായും ഇല്ലാതായി.
ഇസ് ഭൂകമ്പ് കി തീവ്രത, ഈ ഭൂകമ്പത്തിൻ്റെ തീവ്രത. റിക്ടർ പൈമാനെ പർ, അതായത് ഭൂകമ്പത്തിൻ്റെ തീവ്രത അളക്കുന്ന സ്കെയിൽ റിക്ടർ സ്കെയിൽ. റിക്ടർ പൈമാനെ പർ, റിക്ടർ സ്കെയിലിൽ 7.1 മാപ്പി ഗയി. ദശാംശം, പോയിൻ്റ് എന്നതിന് ഹിന്ദിയിൽ പറയുന്നതാണ് ദശംലവ്. 7.1 മാപ്പി ഗയി. മാപ്പി ഗയി എന്ന് പറഞ്ഞാൽ രേഖപ്പെടുത്തി. ഭൂകമ്പത്തിൻ്റെ തീവ്രത റിക്ടർ സ്കെയിലിൽ 7.1 രേഖപ്പെടുത്തി. ജപ്പാൻ മേ പിछले माह भी भूकंप आया था, ജപ്പാനിൽ കഴിഞ്ഞ മാസവും ഭൂകമ്പം ഉണ്ടായിരുന്നു. പൂരെ ടോക്കിയോ शहर में बिजली की सप्लाई ठप पड़ गई है. ടോക്കിയോ പട്ടണം മുഴുവൻ കറണ്ട് സപ്ലൈ മുഴുവനായിട്ടും നിലച്ചു. ടോക്കിയോ പട്ടണത്തിലെ കറണ്ട് സപ്ലൈ പൂർണ്ണമായും നിലച്ചു. ടവേഴ്സ് ടൂട്ട് ഗए, ടവറുകളൊക്കെ തന്നെ തകർന്നു. ജിസ്കെ കാരണം शहर का संपर्क बाकी जगहों से खत्म हो गया है. പട്ടണത്തിന് മറ്റുള്ള സ്ഥലങ്ങളുമായിട്ടുള്ള സമ്പർക്കം തന്നെ ഇല്ലാതായി. ഇസ് ഭൂകമ്പ് കി തീവ്രത, ഈ ഭൂകമ്പത്തിൻ്റെ തീവ്രത റിക്ടർ സ്കെയിലിൽ റിക്ടർ പൈമാനെ പർ 7.1 മാപ്പി ഗയി. ഈ ഭൂകമ്പത്തിൻ്റെ തീവ്രത റിക്ടർ സ്കെയിലിൽ 7.1 രേഖപ്പെടുത്തി. ജപ്പാൻ മേ പിछले माह भी भूकंप आया था, ജാപ്പാനിൽ കഴിഞ്ഞ മാസവും ഭൂകമ്പം ഉണ്ടായിരുന്നു. അതായത് നമുക്കറിയാം അല്ലേ, കേരളത്തിൽ പ്രളയം വന്നപ്പോൾ കുറേ സ്ഥലങ്ങൾ ഒറ്റപ്പെട്ടു പോയിട്ടുണ്ടായിരുന്നു. കറണ്ടില്ലാതെയും ഫോൺ വിളിക്കാൻ പറ്റാതെയുമുള്ള അവസ്ഥ ഉണ്ടായിരുന്നു. അതുപോലെ ഈ ടോക്കിയോ പട്ടണവും ഒറ്റപ്പെട്ടു പോയി. പപ്പ മമ്മീസെ സുൻ റഹി ഹോ, പപ്പ ചോദിക്കുവാണ് സുൻ റഹി ഹോ, നീ ഇതൊക്കെ കേൾക്കുന്നുണ്ടോ? ന്യൂസ് ചാനലിൽ വെച്ചപ്പോൾ കേട്ടതാണ്. അപ്പോൾ നീ ഇതൊക്കെ കേൾക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു. മമ്മി ഇത് കബ് ഹുവാ, ഇതെപ്പം സംഭവിച്ചു? പപ്പ घर में 3 अखबार आते हैं, 2 हिंदी के और 1 अंग्रेजी का. तीनों चीख चीख कर सुबह से ये समाचार सुना रहे हैं, लेकिन आप कहे कि घर में 3 अखबार आते हैं. വീട്ടിൽ 2-3 പത്രങ്ങൾ, അഖബാർ എന്ന് പറഞ്ഞാൽ ന്യൂസ് പേപ്പർ വരുത്തുന്നില്ലേ. 2 ഹിന്ദിക്ക് और 1 अंग्रेजी का, 2 ഹിന്ദിയുടെയും 1 ഇംഗ്ലീഷിൻ്റെയും. तीनों चीख चीख कर सुबह से ही समाचार सुना रहे हैं. 3 चीख चीख कर, ചീക്കന എന്ന് പറഞ്ഞാൽ നിലവിളിക്കുക. 3 നിലവിളിച്ചുകൊണ്ട് സുബഹ് സേ സമാചാർ സുനാ രഹേ ഹേ, 3 പത്രങ്ങളും ഈ ന്യൂസ് രാവിലെ മുതൽ കേൾപ്പിക്കുന്നില്ലേ. ലേക്കിൻ ആപ്പ് കേൾക്കി, പക്ഷേ നീയാണെങ്കിലോ മമ്മി ചീക്ക് ചീക്ക് കർ സുനാ രഹേ ഹേ, പത്രങ്ങളെല്ലാം തന്നെ ഈ ന്യൂസ് കേൾപ്പിക്കുന്നുണ്ടെന്നോ. മുझे तो एक शब्द भी सुनाई नहीं देता, ഞാൻ ഇതുവരെയായിട്ട് ഒന്നും തന്നെ എനിക്ക് കേൾക്കാൻ സാധിച്ചിട്ടില്ല, ഞാനൊന്നും തന്നെ കേട്ടിട്ടില്ല. पापा सुबह से शाम तक मनोरंजन में डूबे रहने वाले लोगों को दर्द में डूबे लोगों की चीखें सुनाई नहीं देती रमा जी. सुबह से शाम तक, രാവിലെ മുതൽ വൈകുന്നേരം വരെ, മനോരഞ്ജൻ में डूबे रहने वाले लोगों को, എൻ്റർടൈൻമെൻറ്റിൽ മാത്രം മുഴുകിയിരിക്കുന്ന ജനങ്ങൾക്ക്, ദർദ് में डूबे लोगों की, വേദനയിൽ മുങ്ങുന്ന ജനങ്ങളുടെ ചീഖേൻ നിലവിളികൾ സുനായി നെഹി ദേത്തി, കേൾക്കാൻ സാധിക്കില്ല രമാജി എന്ന് പറയുക ചെയ്യുന്നത്. അതായത് രാവിലെ മുതൽ വൈകുന്നേരം വരെ ഈ സീരിയലും കണ്ടുകൊണ്ടിരിക്കുന്ന എനിക്ക് മറ്റുള്ളവരുടെ ദുഃഖമൊന്നും കാണാൻ സാധിക്കുന്നില്ല. അവരുടെ ദർദമേ ഡൂബെ ലോകവും ഈ ചീക്കെ, വേദനയിൽ മുങ്ങിയിരിക്കുന്ന ജനങ്ങളുടെ നിലവിളി സുനായി നെഹി ദേത്തി, കേൾക്കുന്നില്ല. ഇനി അവരുടെ വിഷമങ്ങളൊന്നും തന്നെ അറിയുന്നില്ല എന്ന് പറഞ്ഞു കൊടുക്കുകയാണ് ചെയ്തത്. ഓക്കെ, ഇത്രയാണ് ഇന്ന് പഠിപ്പിക്കുന്നത്. എല്ലാവരും ടെക്സ്റ്റ് ബുക്ക് നന്നായിട്ട് വായിക്കണം. ഓക്കെ, താങ്ക് യു.